തല്ലുകെട്ടും കായമാർമൂലയിലും പൂവലിലും വെച്ച് അവരെ മർദ്ദിക്കുന്നു, വളരെ മൃഗീയമായ രീതിയിൽ മർദ്ദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ മർദ്ദിക്കുന്നത് പൂവലിലും ചെർക്കളയിലും വെച്ചിട്ട് മർദ്ദിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നല്ല കേട്ടോ. അത് ആദ്യം ഞാൻ പറഞ്ഞേക്കാം. കാരണം എന്താ, അതിന്റെ പേര് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ തിണ്ണമെടുക്കുക എന്ന് പറയും. ആ തിണ്ണമെടുക്ക് എസ്എഫ്ഐക്കാരന് എന്റെ നാട്ടിൽ വന്നാൽ, എന്റെ അങ്ങാടിയിൽ വന്നാൽ ഞാനും കാണിച്ചു തരാം ആ തിണ്ണമെടുക്കുക എന്ന് എസ്എഫ്ഐക്കാരന് പറയാൻ ഉണ്ടാവില്ല. കാരണം അവന്റെ സംഘടന അതല്ല പഠിപ്പിച്ചത്, അവന്റെ സംസ്കാരം അതല്ല പഠിപ്പിച്ചത് എന്നുള്ളതുകൊണ്ടാണ്. കൂടുതലായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇന്നലെ ക്യാമ്പസിനകത്ത് വെച്ച് നിങ്ങൾക്കറിയാം NSSന് വേണ്ടി, NSS എന്ന സ്വതന്ത്ര സംഘടനയെ NSSല് നിങ്ങൾക്കറിയാം SFIക്കാരാന്നുള്ള ഒരു ആരോപണമുണ്ട്. എങ്ങനെയാ SFIക്കാരായത്? ഇവിടുത്തെ ക്യാമ്പസിൽ 90% വിദ്യാർത്ഥികളും SFIക്കാരാണ്, SFIക്കാരെ സപ്പോർട്ട് ചെയ്യാനാണ്. നിങ്ങൾ ഈ സമരം തന്നെ സാക്ഷിയാണ്. ഇത് 90% വിദ്യാർത്ഥികളും ഇവിടെ SFI അനുകൂലിക്കുന്നു. അതുകൊണ്ട് NSSലെ വരുന്ന വളണ്ടിയർമാർ, നല്ല വളണ്ടിയർഷിപ്പുള്ള ആൾക്കാർ, നല്ല ലീഡർഷിപ്പുള്ള ആൾക്കാർ എത്തുന്നത്, NSSൽ എത്തുന്നത് SFIക്കാരാകുന്നു. അത് സ്വാഭാവികം. കൂടാതെ ഈ ഗാലറിയിൽ ഇരുന്ന കളി കാണുന്നവർക്ക് കളിക്കാൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് പറയുന്നത് സ്വാഭാവികം. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടെന്നേ ഉള്ളൂ, നമ്മളെ ശ്രദ്ധിക്കേണ്ട ആ കാര്യം തന്നെ ഉള്ളൂ. പിന്നെ NSSുമായിട്ട് ബന്ധപ്പെട്ട് അത്ര ആരോപണങ്ങളെ SFI ഉച്ചത്തോടെ തന്നെ തള്ളുന്നു. പിന്നെ പറയാനുള്ളത്, ആ NSSന് വേണ്ടി, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന NSSന് വേണ്ടി കഴിഞ്ഞ മീറ്റിംഗിനകത്ത് ഒരു പെൺകുട്ടി സംസാരിക്കുകയുണ്ടായി. തേർഡ് ഇയർ വിദ്യാർത്ഥിയായ ആ പെൺകുട്ടി സംസാരിച്ചത് NSS എന്ന് പറയുന്നത് ഒരു പക്ഷവും പിടിക്കുന്നില്ല, NSS എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു, ഇഫ്താർ പാർട്ടി NSS നടത്തണം എന്നുള്ള ശക്തമായ ആവശ്യമാണ് ആ കുട്ടി ഉന്നയിച്ചത്. എന്താ സംഭവിച്ചത്? ആ കുട്ടി ഉന്നയിച്ച് പുറത്തു വരുമ്പോൾ തന്നെ ആ കുട്ടിക്കെതിരെ ഭീഷണികൾ തുടങ്ങി. പിറ്റേ ദിവസം ഈ ക്യാമ്പസിൽ വന്നപ്പോൾ അവൾ ആദ്യം മൃഗീയമായിട്ട് MSFന്റെയും KSUവിന്റെയും ഗുണ്ടകൾ ചേർന്നിട്ട്, അല്ലെങ്കിൽ ഈ നാട് രാഷ്ട്രീയം കളിക്കുന്ന ചിലർ ചേർന്നിട്ട് ഹരാസ് ചെയ്യാണ് ഈ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നത്. അത് ഇന്നു മുതലും തുടങ്ങിയല്ല, അത് അവരെ സംസ്കാരത്തിൽ അന്വേഷിച്ച. നമ്മൾ കണ്ടിട്ട് കാസർഗോഡാണെങ്കിൽ അന്ന് തിരുവനന്തപുരത്ത് ASFന്റെ ഒരു പ്രവർത്തകയെ തെരുവിൽ വെച്ചിട്ട് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ അതിമൃഗീയമായിട്ട് തല്ലുന്നത് നമ്മൾ ടിവികളിൽ കണ്ടതാണ്. എന്റെ യൂത്ത് കോൺഗ്രസ്സുകാരനൊന്നും പറയാനില്ലാത്തത്? കാരണം അത് അവന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ അവന്റെ ജീനിൽ അടിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ആ സ്വഭാവം. സ്ത്രീകൾക്കെതിരെയുള്ള മര്യാദയില്ലാത്ത പെരുമാറ്റം നമ്മൾ കണ്ടല്ലോ. സരിതയും കുറെ മന്ത്രിമാരെയൊക്കെ എന്താ സംഭവിക്കുന്നത് കേരള മന്ത്രിസഭയിൽ? ആ രീതിയിൽ തന്നെ ഇവിടുത്തെ MSFകാരനും KSUകാരനും പ്രവർത്തിക്കുന്നു. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ SFIക്ക് പറയാനുള്ളത്, SFIക്കാരന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ വന്നാൽ, SFIക്കാരന്റെ മേടിച്ച് ഒരു തരിമ്പ് മണ്ണെങ്കിലും നൂലിയിട്ടാൽ അവിടെ SFIക്കാരൻ കൈ കെട്ടി നോക്കി നിൽക്കില്ല. ഇവിടെ ക്യാമ്പസിനകത്ത് വരുന്ന 90% വരുന്ന വിദ്യാർത്ഥികളും അതിനെതിരെ പ്രതികരിക്കും. ചിലപ്പോൾ നിങ്ങൾ പ്രതികരിച്ച അതേ രീതിയിൽ തന്നെ, അതേ നാണയത്തിൽ തന്നെ ചിലപ്പോൾ തിരിച്ചടിച്ചെന്ന് വരും. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ മറുപടിയാണുള്ളൂ. കുഞ്ഞപ്പ പട്ടാനൂർ എന്ന ഒരു മലയാള കവിയുണ്ട്, ചെറു കവികളിൽ ശ്രദ്ധേയനായ ആ കവി പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഈ ചോരച്ചങ്കൊടി പകുതി താഴ്ത്തി കെട്ടി പതറി നിൽക്കാൻ ഞങ്ങൾക്കാവില്ല, എന്നും ഈ കറുത്ത ബാഡ്ജ് ഇടതു നെഞ്ചിൽ കുത്തി കുനിഞ്ഞിരിക്കാൻ ഞങ്ങൾക്കാവില്ല. നമുക്കൊന്നേ പറയാനുള്ളൂ, ഈ ക്യാമ്പസിനകത്ത് സ്വതന്ത്രമായ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾ നടക്കണം. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോ, നിങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തിക്കോ നല്ല രീതിയിൽ. അങ്ങനെയാണെങ്കിൽ SFI ഏത് കാലവും ഞങ്ങൾ അതിനെ അനുകൂലിക്കും. ഞങ്ങളും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾക്കറിയാം, ജനാധിപത്യപരമായ ഏത് സംവിധാനത്തിൽ നിലനിർത്താനുള്ള പോരാട്ടങ്ങളാണ് SFI ഏത് കാലത്ത് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി പശ്ചിമ ബംഗാളിൽ വെച്ച് സുദീപ് ഗുപ്ത എന്ന ഒരു സഖാവിനെ നമുക്ക് നഷ്ടമായി. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് രക്തസാക്ഷിയാക്കിയ ആ സഖാവ് പോരാടിയത് അവിടുത്തെ ജനാധിപത്യപരമായ സംവിധാനങ്ങൾക്ക് വേണ്ടിയായിരുന്നു, അവിടുത്തെ ജനാധിപത്യപരമായ പ്രക്രിയകൾക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് മരണത്തെ ഞങ്ങൾ ഭയക്കുന്നില്ല. മരണം വരെയാണ് ഞങ്ങളുടെ പോരാട്ടം. ആ മരണത്തെ ഞങ്ങൾ ഇംഗ്ലാവ് വിളിച്ച് സ്വീകരിക്കുന്നവരാണ്. ഇവിടെ ക്യാമ്പസിനകത്ത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടുത്തെ കാഞ്ഞങ്ങാട് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കാഞ്ഞങ്ങാട് വരുന്ന വിദ്യാർത്ഥികൾക്കായി വരുന്ന ബുദ്ധിമുട്ട്, ഇവിടെ കോളേജ് ബസ്സുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബസ്സുകൾ സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബസ്സുകളിൽ സ്റ്റുഡൻസ് മാത്രം വന്നാൽ മതി എന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നു. പക്ഷേ സ്റ്റാഫിന് വേറെ സംവിധാനം ഉണ്ടായിക്കോട്ടെ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബസ്സുകൾ ഗവൺമെന്റ് സ്റ്റുഡൻസിന് അനുവദിച്ചതാണ്. അവിടെ സ്റ്റുഡൻസ് മാത്രം വരിക, അല്ലാതെ സ്റ്റുഡൻസിന് സൗകര്യമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കാത്ത രീതിയിൽ എല്ലാ സ്റ്റാഫുകളും അതിൻ്റെ അകത്ത് കയറിയില്ല. എന്നിട്ട് സ്റ്റുഡൻസിന് കയറാൻ പറ്റാത്ത രീതിയിൽ ആ വാഹനം ഇവിടെ എത്തുക. ആകെ 50 സീറ്റുള്ള ഒരു കോളേജ് ബസ്സിനകത്ത് 90ഓളം പേരായി കയറുന്നത്. ആ 90ഓളം പേരിൽ 45ഓളം സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ്, നോൺ ടീച്ചിങ്, ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ആൾക്കാർ.
വിദ്യാർത്ഥികളുടെ അവകാശങ്ങളാണ്. അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ SFI അവരുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ SFI അതിനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ ഈ കൊടിമരത്തിന്റെ ചോട്ടിൽ വെച്ച് ഉറപ്പ് തരികയാണ്. SFIയുടെ ഉറപ്പ് തരികയാണ്. ഹോസ്റ്റൽ മെസ് ബില്ല് വരെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഹോസ്റ്റലുകൾ ഫീസ് എടുത്തിരിക്കുകയായിരുന്നു ഒരു വർഷക്കാലത്തേക്കാണ്. ഒരു വർഷത്തെ കാലത്തേക്ക് പറഞ്ഞാൽ ഓണറാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ആ കുട്ടികളെ അവിടെ താമസിപ്പിക്കാൻ സൗകര്യപ്പെടില്ല, അവിടെ അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെങ്കളയുടെ ഒരു ഹോസ്റ്റല് അടച്ചുപൂട്ടി. ഹോസ്റ്റലുകൾ അടച്ചുപൂട്ടിയത് കോളേജിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു വർഷത്തെ ലീസിനെടുത്താൽ ആ ലീസിൽ ഒരു വർഷവും കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഓണർ ഉത്തരവാദിത്തമാണ്. സ്റ്റുഡൻസ് അവിടെ നിൽക്കാൻ തയ്യാറായിട്ട് ഞങ്ങളാരും സ്വമേധ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോകുന്നതല്ല. അവിടെ ഒരു വിദ്യാർത്ഥിയും സ്വമേധ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോകുന്നതല്ല, പ്രിൻസിപ്പളിന്റെ നിർദ്ദേശം കൊണ്ട് ഇറങ്ങിപ്പോകുന്നതാണ്. അതും ഓണറുടെ കഴിവുകേട് കൊണ്ട് അവിടുത്തെ സംവിധാനങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർ ഇറങ്ങിപ്പോകേണ്ടി വന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ആ ഒരു മാസത്തെ റെന്റ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുഴുവൻ കൊടുക്കണം എന്നുള്ളത് എവിടെ അനുവദിക്കാൻ പറ്റുക? മുതലാളിമാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റലുകളെ കുറച്ച് ഓണർക്ക് വേണ്ടിയിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ പറയുന്ന എല്ലാം സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഈ ചെറിയ ബാധ്യതയെ വരുന്നുള്ളൂ, ഒരു തുച്ഛമായ 150 രൂപ ഒരു വിദ്യാർത്ഥിക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാൻ, അത് അനുവദിച്ചു കൊടുക്കാൻ SFI തയ്യാറല്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ നായന്മാർ മൂലം ഹോസ്റ്റലും LH1 താമസിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നം. അവരെന്താ സംഭവിച്ചത്? അവര് കൃത്യമായിട്ടുള്ള അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ എത്തി, എല്ലാ രേഖകളും കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് പറയാ ആ മാസത്തെ റെന്റ് അവിടെയും കൊടുക്കണം ഇവിടെയും കൊടുക്കണം. ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ 2 സ്ഥലത്തുള്ള റെന്റ് കൊടുക്കണം. എന്താവശ്യത്തിന്? എന്ത് ന്യായമാണ് അതിനുള്ള പിന്നിലുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SFI ആഹ്വാനം ചെയ്ത് ഈ പഠിപ്പുറക്ക് വിജയിപ്പിച്ച എല്ലാ സഹാക്കളും, എല്ലാ വിദ്യാർത്ഥി സഹാക്കൾക്കും, എല്ലാ സഹാക്കൾക്കും 1000-100 രൂപ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ലാൽസനം. കൂടുതൽ പറഞ്ഞില്ല, എല്ലാം വ്യക്തമായ രീതിയിൽ തന്നെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം മാത്രമേ SFIക്ക് ഇവിടെ പറയാനുള്ളൂ. SFI ഏറ്റെടുത്തുള്ള എല്ലാ സമരങ്ങളും വിജയിപ്പിച്ച ചരിത്രം മാത്രമേ SFIക്കുള്ളൂ. അതിനു മുന്നിൽ പോകുന്നത് SFIയുടെ ഒരു ജീവനാണെങ്കിൽ ആ ജീവനോട് വോട്ട് പുല്ല് എന്ന് പറഞ്ഞ് ഇനി ഒരു തീർന്നു പോയി എന്ന് പറയുന്ന ഇതര സംഘടനകളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇതാണ് SFIയുടെ ശക്തി. ഈ സംഘടനകൾക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ. ഞങ്ങൾ മറ്റ് ഇതര സംഘടനയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം സ്വാഗതം ചെയ്യുന്നുണ്ട്. അക്രമങ്ങളാണ് അവിടെ ഇവിടെ അഴിച്ചുവിടുന്നതെങ്കിൽ കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഗാന്ധിസമല്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പിലേക്ക് തരാനുള്ളത്, സോഷ്യലിസമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിക്കോളൂ. അക്രമ പ്രവർത്തനങ്ങളാണ് ഇവിടെ നിങ്ങൾ നടത്തുന്നതെങ്കിൽ SFI കൈയും കെട്ടി നോക്കിയിരിക്കില്ല. വിദ്യാർത്ഥിനികളെ ക്രൂരമായി പേടിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ കയ്യിലിരിപ്പ് അവിടെ നിർത്തിക്കോളൂ. ഇനി മേലാൽ അത് തുടർന്നിട്ടുണ്ടെങ്കിൽ SFIയുടെ ഈ സമരരൂപം ഇതായിരിക്കില്ല എന്ന് വ്യക്തമായി തന്നെ നിങ്ങൾക്കും അറിയാം. SFI മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. വരും നാളുകളിലെ പ്രവർത്തനങ്ങളാണ് SFIയുടെ മുഖമുദ്ര, പ്രവർത്തനങ്ങളാണ് SFI ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളെയും ഇനി വരും ഒന്ന് മാത്രമേ SFI പറയാനുള്ളൂ, ഈ പറഞ്ഞ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ SFI ഇവിടെ പഠിപ്പുകൊടുത്ത സമരവുമായി മുന്നോട്ട് പോകും. ഈ കോളേജ് ഇനി വരുന്ന ദിവസങ്ങളിൽ സമരത്തിൻ്റെതായി മാറും. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ SFI കോളേജിൽ സമരം നടത്തും. എല്ലാ വിദ്യാർത്ഥി സഖാക്കളെയും ഇടനെഞ്ചോട് ചോദിച്ചുകൊണ്ട് ഈ പഠിപ്പുകൊടുത്ത സമരത്തിലേക്ക് വന്നിൽ എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ലാൽസന സഖാക്കൾ. Inqilab